കീഗൽസ് എക്സസൈസിനെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞെങ്കിലും കൃത്യനിഷ്ഠയോടുകൂടി റെഗുലറായി ഇത് ചെയ്യുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? നമുക്ക് നോക്കാം. ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് വളരെ സിമ്പിളായി നിങ്ങൾ പെൽവിക് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ വിശ്വസിച്ചോളൂ, ആ മാജിക് ചെയറാണ് ഹൈഫം ചെയർ. ഹൈഫം ചെയർ അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ചെയർ. ഈ ചെയറിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അത് ഡയറക്റ്റ് നമ്മളെ പെൽവിക് മസിൽസിനെ കൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയാണ് ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. ആ ഒരു ടൈമിൽ അറൗണ്ട് 12,000 ടൈംസ് നമ്മൾ കീഗൽസ് എക്സസൈസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഈ ചെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് എത്ര സെഷൻസ് വേണമെന്നുള്ളത് നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെയും മസിൽ സ്ട്രെങ്ത് അസസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. എന്നിരുന്നാലും സാധാരണയായി ഒരു ആഴ്ചയിൽ ഒരിക്കലോ 2 തവണയോ ആയിക്കൊണ്ട് ഒരു 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരാറ്. ഹൈഫം ചെയർ ആർക്കൊക്കെ ഉപകാരപ്രദമാണെന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്നാമതായി അമിത മൂത്രവാഴ്ചയുള്ളവർ, രണ്ടാമതായി തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴും കുമ്പിടുമ്പോഴും അല്ലെങ്കിൽ ചുമക്കുമ്പോഴും ഒക്കെ മൂത്രം ഇറ്റിപ്പോകുന്നവർ, അതുപോലെ പ്രസവശേഷം യോനി ഭാഗത്തെ മസ്കുലേച്ചറിന് ശക്തി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ഈ ചെയർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പല സ്ത്രീകളും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, അതായത് പ്രസവശേഷം വെജൈനയിലെ വോളിൽ വരുന്ന ലാക്സിറ്റി, അതായത് വെജൈന ലൂസായി പോവുക, പഴയതുപോലുള്ള ഇലാസ്റ്റിസിറ്റിയും ടോണും സ്ട്രെങ്ത്തും ഒന്നും ഇല്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് അവർക്ക് ഈ ഹൈഫം ചെയർ വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ ഓൾഡ് ഏജിൽ നമുക്ക് ഇവരെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹൈഫം ചെയർ. ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് ഹൈഫം ചെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരിമാർ ദയവ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്